കൊറോണ വന്നു, ജോലി നഷ്ടപ്പെട്ടു, കയ്യിൽ പണമില്ല. കുറേ ആളുകൾ ചോദിക്കുന്നു, ഓൺലൈനായി നമുക്ക് പണം ഉണ്ടാക്കാൻ വല്ല വഴിയുമുണ്ടോ? ഓൺലൈനായി ചെയ്യാൻ പറ്റുന്ന വല്ല ജോലിയുമുണ്ടോ? അങ്ങനെ വല്ല ജോലികളും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നെല്ലാം ചോദിച്ച് കുറേ ആളുകൾ ബന്ധപ്പെടാറുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അതെ എന്ന് തന്നെയാണ്. ഒരുപാട് വഴികളുണ്ട്. പല ആളുകളും പല കമ്പനികൾക്കും വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. കൊറോണ കാരണം കുറേ കമ്പനികൾ അടച്ചു. അതിനാൽ ഒരുപാട് ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ഫ്രം ഹോം എന്ന രീതിയിലും ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ കല്യാണമെല്ലാം കഴിഞ്ഞ് ചെറിയ കുട്ടികളുള്ള കുറേ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വലിയ ക്വാളിഫിക്കേഷനോ മറ്റോ ആവശ്യമില്ല. എന്നാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പണം ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ഓൺലൈനായി ലഭിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ വെബ്സൈറ്റുകളിൽ ലഭിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് തന്നെ സെയിൽ ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ കാണുന്ന പ്രൊഡക്റ്റുകൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ അവരത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും ഒരു കമ്മീഷൻ ലഭിക്കും. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് കൂടുതലായി സംസാരിക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മുകളിലായി കാണുന്ന ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. കരോ എന്നുള്ള ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ കയറി കരോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. കരോ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കരോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. കരോ എന്നുള്ള ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. ഇതിൽ നമുക്ക് മലയാളം, ഹിന്ദി, തമിഴെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. നോർമലി ഇംഗ്ലീഷ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സൈനപ്പ് എന്ന് കൊടുക്കാം. സൈനപ്പ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളോട് പെർമിഷൻ ചോദിക്കും. അവിടെ അലോ എന്ന് കൊടുക്കുക. രണ്ട് രീതിയിൽ നമുക്ക് സൈനപ്പ് ചെയ്യാം. നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, മൊബൈൽ നമ്പർ എല്ലാം കൊടുത്ത് നമുക്ക് സൈനപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വഴിയും ലോഗിൻ ചെയ്യാൻ കഴിയും. ഞാൻ ഫേസ്ബുക്ക് വഴി സൈനപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്കിവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നു. കണ്ടിന്യൂ ആസ് അൽത്താഫ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സൈനപ്പ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ സൂപ്പർ സെല്ലേഴ്സ് എന്ന് കാണിക്കുന്നത് ആമസോൺ സൂപ്പർ സെല്ലേഴ്സ്, അജിയോ സൂപ്പർ സെല്ലേഴ്സ്, മിന്ത്ര സൂപ്പർ സെല്ലേഴ്സ്, അങ്ങനെ ഓരോ ഷോപ്പിംഗ് സൈറ്റുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഷോപ്പിംഗ് സൈറ്റിലുമുള്ള പ്രൊഡക്റ്റുകളും കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആമസോണിലെ പ്രൊഡക്റ്റുകൾ കാണാം. ഈ പ്രൊഡക്റ്റിൻ്റെ മുകളിലായി amazon.in എന്ന് കാണാം. നമുക്ക് ഇനി നമുക്ക് മിന്ത്രയിലെ പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ മിന്ത്ര സെലക്ട് ചെയ്താൽ മിന്ത്രയിലെ പ്രൊഡക്റ്റുകൾ മാത്രമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഓരോ ഷോപ്പിംഗ് സൈറ്റിലും കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ ഫോൺ കാണിക്കുന്നുണ്ട്, റെഡ്മി നോട്ട് 9, ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റും നമുക്കിവിടെ കാണുന്നുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും താഴെ പ്രൈസ് എന്ന് കാണിക്കുന്നുണ്ട്. പ്രൈസിൻ്റെ തൊട്ടടുത്തായി യുവർ പ്രോഫിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അയാൾ ആ പ്രൊഡക്റ്റ് മേടിച്ചാൽ നമുക്ക് ഈ കാണുന്ന പ്രോഫിറ്റ് നമുക്കിവിടെ ലഭ്യമാകും. ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുത്താൽ അദ്ദേഹം ഈ പ്രൊഡക്റ്റ് മേടിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും ഈ കാണിക്കുന്ന 546 രൂപ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റിലും എത്ര പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ കാണുന്ന ഷെയർ എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്താൽ നമുക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ്, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോൺ വഴി ഷെയർ ചെയ്യാൻ കഴിയുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണിച്ചു തരും. നമുക്ക് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഷെയർ നൗ എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത് ആമസോണിലെ ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ആമസോണിൽ നിന്ന് തന്നെ മേടിക്കാൻ കഴിയും. ഇവിടെ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ആമസോണിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ആമസോണിൽ കാണിക്കുന്ന അതേ പ്രൈസ് തന്നെയാണ് ഇവിടെ കാണിക്കുക. എന്നാൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ അയച്ചു കൊടുത്ത നമ്മുടെ സുഹൃത്ത് പർച്ചേസ് ചെയ്താൽ ഈ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. ഇനി സ്പെസിഫൈഡ് പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൽ നമുക്ക് കമ്മീഷൻ മേടിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇവിടെ ഷെയർ എന്ന് കാണുന്ന ബട്ടൺ ടച്ച് ചെയ്യുക. ശേഷം ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് വാട്സാപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. നമ്മുടെ തന്നെ മറ്റൊരു വാട്സാപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലിങ്ക് മാത്രമായി താഴെ കാണാം. ഈ ലിങ്കിലൊന്ന് ടച്ച് ചെയ്ത് പിടിച്ചാൽ ഈ ലിങ്ക് നമുക്കിവിടെ കോപ്പി ചെയ്യാൻ കഴിയും. ശേഷം ഏൺകരോ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെ മെയ്ക്ക് ലിങ്ക്സ് എന്ന് കാണാം. അവിടെ നമുക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. ശേഷം താഴെ കാണുന്ന മെയ്ക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ലഭിച്ചു. നമുക്ക് ഒന്നുകിൽ ലിങ്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ നൗ എന്ന് കൊടുത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് ആർക്കാണോ വേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഈ പ്രോഡക്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തു. ഇനി അദ്ദേഹം ഈ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഏൺകരോ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ വഴി എനിക്ക് ലഭിക്കും. ഏൺകരോ എന്നുള്ള ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുക. ശേഷം ഇവിടെ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് കാണാം. അക്കൗണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം അവസാനമായി നമുക്കിവിടെ പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിയും. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത ശേഷം താഴെ കാണുന്ന സേവ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുക. ഏൺകരോ എന്നുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊഫൈൽ എന്ന ബട്ടണിൽ ടച്ച് ചെയ്ത് ശേഷം ഹൗ ഏൺകരോ വർക്ക്സ് എന്ന് കാണുന്നതിൽ ടച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഏൺകരോ എന്നുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, ഏൺകരോ വെച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോ വീഡിയോകളും നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട, ഇത് സേഫായ ആപ്ലിക്കേഷനാണ്. ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഇനി നമ്മൾ തന്നെ ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്നവരാണ്. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ആ ലിങ്ക് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ക്യാഷ് ബാക്ക് നമുക്ക് തന്നെ ലഭിക്കും. അതുപോലെ നമുക്ക് ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. ഇതിലെല്ലാം നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവരെല്ലാം പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിലും കമ്മീഷൻ ലഭിക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് വഴി ഒരാൾ പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്ത സ്പോട്ടിൽ തന്നെ നമുക്ക് പണം ലഭിക്കുകയില്ല. കിട്ടിയ പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കാനുള്ള സമയം അയാൾക്കുണ്ട്. ആ സമയം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയുള്ളൂ. കാരണം അയാൾ ആ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്താൽ ഈ കമ്പനികൾ നമുക്ക് തരുന്ന പണം അവർക്ക് നഷ്ടമാകും. അതുകൊണ്ട് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള മാക്സിമം പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം വരികയുള്ളൂ. ഇതുപോലെ വേറെയും ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അത്തരം ആപ്ലിക്കേഷൻ നമുക്ക് വീണ്ടും പരിചയപ്പെടാം. അതുപോലെ ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കതും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മുകളിലായി കാണുന്ന ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ബൈ.